അങ്ങനെ ബാംഗ്ലൂർ ട്രിപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ബന്നാർഘട്ട പാർക്കിലേക്ക് നീങ്ങാൻ വേണ്ടി ഒരുപാട് ബസ്സുകൾ അവിടെയുണ്ട്. ആ ബസ്സിലൊന്ന് നമ്മൾ കയറി. ആൾക്കാർക്ക് ഇരിക്കാൻ തുടങ്ങി. നമുക്ക് സീറ്റ് കിട്ടിയത് മുൻ സീറ്റാണ്. അവിടെ നമ്മൾ വലിഞ്ഞു കയറിയിരുന്നു. ഒരു അശോക് ലാലൻഡിൻ്റെ ഒരു പച്ച മിനി ബസ്സാണ്. നമ്മൾ മുന്നിൽ തന്നെ ആയതുകൊണ്ട് പല ജീവികളെയും കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ വണ്ടി പുറപ്പെട്ടു. കാട്ടിലൂടെയുള്ളൊരു യാത്രയാണ്. ആ പോകുന്ന പോക്കിൽ തന്നെ നമ്മളൊരു കൃത്രിമ തടാകം കണ്ടു. വളരെ രസമുണ്ട്. നമ്മുടെ നാട്ടിലെ തടാകം പോയിട്ടില്ല. അങ്ങനെ വണ്ടി നീങ്ങി. പിന്നെ ഒരു മാനുകളുടെ കൂട്ടത്തെ കണ്ടു. കുറേ മാനുകളുണ്ട്. അവരൊക്കെ ഇങ്ങനെ പുല്ലും മേഞ്ഞും നടക്കുന്നത് നമ്മളവിടെ ഇങ്ങനെ കണ്ടു. പിന്നീട് പോകുന്ന വഴിക്ക് നമ്മുടെ ബസ്സിന് നേരെ ഒരു ആനക്കുട്ടൻ നടന്നു വരുന്നുണ്ട്. അതിന് നോക്കി ഒന്നേ ഉള്ളൂ എന്ന് വിചാരിക്കുമ്പോഴാണ് അപ്പുറത്തെ സൈഡിൽ ഒരു കൂട്ടം ആനക്കൂട്ടങ്ങൾ. എന്തോന്നറിയില്ല, അവരെല്ലാം മീറ്റിങ്ങിലാണ് തോന്നുന്നു. എല്ലാവരും ഒരുമിച്ചിരുന്ന് നമ്മളോട് ഹായ് പറഞ്ഞു. ഒരു നല്ലൊരു കാഴ്ചയായിരുന്നു എല്ലാവരും. പിന്നീട് നമ്മൾ പുതിയൊരു വഴിയിലേക്ക് പോയത്. അവിടെ കുറച്ചും കൂടിയും അക്രമകാരികളായ മൃഗങ്ങൾ ഉണ്ടാവുമെന്നാണ് ഡ്രൈവർ സാർ പറഞ്ഞത്. നമുക്ക് നോക്കാം. പെട്ടെന്നൊരു പുലിക്കുട്ടൻ നമ്മൾ റോഡും ക്രോസ് ചെയ്ത് പോകുന്നു. ആരുടെ അടുത്ത് നോക്കുമ്പോഴല്ലേ അടുത്ത് അവൻ്റെ ലവറുണ്ട്. അവളുടെ അടുത്തേക്കാണ് നമ്മൾ ബസ്സിനെ പോലും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോയത്. എന്തല്ലേ, ഒന്ന് കിടന്നുറങ്ങുന്നുണ്ടേ. പിന്നീട് നടന്നു നോക്കുമ്പോൾ ഒരു സിംഹച്ചൻ അവിടെ എന്നാ മണ്ണ് മാന്തി കളിക്കുന്നു. അല്ല, അവൻ എന്തോ ചെയ്യുന്നുണ്ട്. അവൻ്റെ അടുത്തേക്ക് വണ്ടി നീങ്ങി. പിന്നെ പല സിംഹങ്ങളും, ആൺസിംഹം പെൺസിംഹം ഒക്കെ ഉണ്ട് ആ കൂട്ടിൽ. അതിനൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് പോയി. അതൊക്കെ കഴിഞ്ഞൊരു 3/4 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഇറങ്ങി. കുഴപ്പമില്ല ബന്നാർഘട്ട പാർക്ക്. പക്ഷേ മൃഗങ്ങൾ കുറവാണോ, അല്ല മൃഗങ്ങളെല്ലാം ഉറങ്ങിപ്പോയോ എന്നറിയില്ല. എന്നാലും കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യ ജീവികളൊക്കെ വണ്ടിയിൽ നിന്ന് കണ്ടു. പിന്നെ രസമല്ല ഇവരുടെ കൂടെ. പിന്നെ അടുത്തതായി നമ്മൾ കാണാൻ പോകുന്ന സ്ഥലം ബട്ടർഫ്ലൈ പാർക്കാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് നമ്മളൊക്കെ ഉള്ളത്. ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥിരം സാധനമല്ലേ. അമലോട്ട് എന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ അവനെ എടുത്ത് ഞാൻ നടന്നു. സാരമില്ല. പിന്നെ ഈ കവാടത്തിൽ ചെറിയൊരു തടാകമുണ്ട്. തടാകം നല്ലൊരു സൈറ്റ് സീനാണ്. ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. തടാകത്തിൽ നല്ലൊരു ജലധാരയൊക്കെ ഉണ്ട്. അതൊക്കെ കാണാൻ വളരെ ഭംഗിയാണ്. നമ്മളെൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി. എന്നിട്ട് നേരെ ബട്ടർഫ്ലൈ പാർക്കിൻ്റെ എൻട്രൻസ് ഉണ്ട്. ആ എൻട്രൻസിൽ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്താൽ നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റും. എല്ലായിടത്തും പൈസ തന്നെ. പൂമ്പാറ്റയെ കാണാനും പൈസ. അങ്ങനെ നമ്മൾ നടന്നപ്പോൾ ഇവർ രണ്ടാളും ഉണ്ട് കൈയൊക്കെ പിടിച്ച് കിടക്കുന്നത്. ഇവർ ഏതൊരു ടീമായിട്ട് വന്ന പോലെ, വിദേശികളെ പോലെ. നമ്മൾ ഒഴിവാക്കി അവർ വലിയ അടിപൊളിയായിട്ട് നടക്കുന്നു.